ഹാപ്പി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് സോയ ചങ്ക്സ് കൊണ്ട് ഒരു മീൻ വെപ്പ് കറി. ഇവിടെ സാധാരണ തൃശ്ശൂര് ക്രിസ്ത്യൻ അടിയന്തരങ്ങൾക്ക് പോകുമ്പോൾ നമ്മൾ കഴിക്കാറുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നമ്മൾ വീട്ടിൽ വന്നത് ഉണ്ടാക്കുമ്പോൾ അത്ര കണ്ട് ടേസ്റ്റ് വരാറില്ല എന്ന് സാധാരണ എല്ലാവരും പറയാറുള്ളതാണ്. അപ്പൊ അതിന്റെ ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ വെച്ചിട്ട് അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നോയമ്പിലോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തും നമുക്ക് ഉണ്ടാക്കാം. ചോറിനും ചപ്പാത്തിക്കും പറ്റിയുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പൊ എല്ലാവരും വീഡിയോ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ സോയ ചങ്ക്സ്. അപ്പൊ ഇതിങ്ങനെ ഹാർഡായിട്ടാണ് ഇരിക്കുക. അപ്പൊ ഇതിങ്ങനെ സോഫ്റ്റ് ആവണ വരെ അതായത് ഒരു ഏകദേശം ഒരു 5 മണിക്കൂറോളം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി എടുക്കണം ആദ്യം തന്നെ. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 50 ഗ്രാം സോയ ചങ്ക്സ് ആണ്. അപ്പൊ ഞാനിത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇപ്പൊ ചെറിയ സോയാബീൻ ആണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് ആദ്യം തന്നെ നമുക്ക് ഇത് വെള്ളത്തിലിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇനി ഇത് വലിയതായതുകൊണ്ട് ഞാനിത് 4 പീസാക്കിയിട്ട് കട്ട് ചെയ്യാൻ പോകണം. സോയ ചങ്ക്സ് നമ്മൾ മുഴുവനായിട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ഇതില് നമ്മൾ പിഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആ വെള്ളം കൂടി നമുക്ക് ഒന്ന് പറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് ഫ്രൈ ആക്കി. നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ, ആ ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മള് സോയ ചങ്ക്സ് ഈ പാനിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇങ്ങനെ ഈ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നാൽ, അത്ര ബ്രൗൺ ആവണ്ട, ഒന്ന് വലിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 3-4 മിനിറ്റോളം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി കേട്ടോ. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞ സവാള, അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, ഒരു 4 പച്ചമുളക് ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ 2 വറ്റൽ മുളക്, ഒരു 4-5 ചെറിയ ഉള്ളി, അതുപോലെ ഒരു 2-3 തണ്ട് കറിവേപ്പില. ഇരിക്കുന്നത് ഒരു മാങ്ങയുടെ ഒരു സൈഡാണ്. ഇത് ഈ മാങ്ങയെല്ലാം ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 2 കഷ്ണം കുടപ്പുളി ഉപയോഗിക്കാം. ഇനി ഇവിടെ ഞാനൊരു 2 ടൊമാറ്റോ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും വേണം. ഇവിടെ ഒരു ചെറിയ നാളികേരത്തിന്റെ പാൽ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 3 കപ്പ് കാണും. അത്രയും ഇത്തിരി ലൂസായിട്ട് തന്നെ പാൽ എടുക്കണം. കാരണം എന്താ വെച്ചാൽ സോയ ചങ്ക്സ് നമ്മൾ ഫ്രൈ ആക്കി എടുത്തത് കൊണ്ട് അത് ആ ഗ്രേവിയിൽ കിടന്നിട്ട് അത് ആ ചാറ് വലിച്ചെടുക്കും. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി കോക്കനട്ട് മിൽക്ക് ആയാലും വിരോധമില്ല. ഇത് 2ാം പാലാണ്, തേങ്ങയുടെ 1ാം പാൽ. തന്നെ ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് സവാള, അതിനൊപ്പം തന്നെ നമ്മൾ ഇഞ്ചി, പച്ചമുളക് അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 വറ്റൽ മുളക് പൊട്ടിച്ചിടാം. തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടൊമാറ്റോ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാൻ പോവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. ഇനി ഈ ടൊമാറ്റോ ഒന്ന് പകുതി കുക്കായിട്ട് വരണം. അപ്പൊ നമുക്ക് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ പകുതി കുക്കായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക്
ആ മാങ്ങ കഷ്ണങ്ങളില്ലേ, മാങ്ങ കഷ്ണം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കുടപ്പുളി ഇട്ടാലും കുഴപ്പമില്ല, 2 കുടപ്പുളി ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഒന്ന് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരണം. ഉപ്പ് കുറച്ച് കുറവാണ്, അപ്പം ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സോയ ചങ്ക്സ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ വേണ്ട, ഈ സോയ ചങ്ക്സിലേക്ക് ഉള്ളിലേക്കൊക്കെ ഈ ഗ്രേവി കയറി പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാല് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പെട്ടെന്ന് തന്നെ ഈ ഗ്രേവി കുറുകി വരും. എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ആ ചാറ് നമ്മൾ ഫ്രൈ ചെയ്തത് കൊണ്ട്, ഈ സോയ ചങ്ക്സ് ഫ്രൈ ചെയ്തതുകൊണ്ട് ഈ ചാറ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് തേങ്ങാപ്പാൽ കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. നമുക്ക് ഈ ഉള്ളി ഒന്ന് അരിഞ്ഞ് ഇതൊന്ന് നമുക്ക് കാച്ചിയിടണം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ കുറച്ച് എണ്ണ മതി കേട്ടോ. നമ്മൾ നേരത്തെ എണ്ണ ഉപയോഗിച്ച കാരണം ഇതൊന്ന് ഈ ഒരു 4 ഉള്ളി കാച്ചിയെടുക്കാനുള്ള എണ്ണ മാത്രം ഒഴിച്ചാൽ മതി. അതിനൊപ്പം തന്നെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറിയിലേക്ക് ഇത് ആഡ് ചെയ്യാം. ഈ മൊരിഞ്ഞ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അടുത്ത തവണ ഒരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് കാണാം. ബൈ.